സിറാജുദ്ദീനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മലപ്പുറം എസ്.പി പറഞ്ഞു. പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ളയാളാണ് പ്രതി. അസ്മയുടെ ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്ന് എസ്.പി പറഞ്ഞു. അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്ത് കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീനെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയൊരു കാര്യമാണ്. അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനമായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ 105 BNS, അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ പെരുമ്പാവൂർക്ക് കൊണ്ടുപോവുകയും മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ നിന്നും മതപ്രഭാഷണത്തിൽ നിന്നുമാണ് പ്രതി വരുമാനം കണ്ടെത്തിയിരുന്നത്. പ്രസവ സമയത്ത് പ്രതിക്ക് സഹായം നൽകിയവരിലേക്കും അന്വേഷണം നീളും. യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കേസ് മലപ്പുറം പോലീസിന് കൈമാറിയതോടെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അസ്മ മരിച്ചത് അമിത രക്തസ്രാവം മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. പ്രസവശേഷവും വൈദ്യസഹായം നൽകിയില്ല. നില വഷളായപ്പോഴെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സി മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.